ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോം ടൂർ ചെയ്ത സമയത്ത് പേഴ്സണലി ഒന്ന് രണ്ടാൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. വീടിന്റെ അകത്തെ കാര്യങ്ങളാണല്ലോ കാണിച്ച്, പുറത്തെ കാര്യങ്ങൾ, എസ്പെഷ്യലി എന്റെ കാർ ഏതാണ്, വണ്ടി ഏതാണെന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്രയും വലിയ വാഹനങ്ങളല്ലേ, BMW, പോർഷെ, പിന്നെ ഇതൊക്കെയാണ് ബെൻസ് അല്ലേ, ഇതൊന്നും ഇല്ല. അപ്പാട് ചെറിയൊരു കാർ ഉണ്ട്, ആൾട്രോസ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ബുള്ളറ്റ് ഉണ്ട്, കൊച്ചുമോക്കിന് വണ്ടി ഉണ്ട് അല്ലേ. അങ്ങനെ 12 പരിപാടീസ് ആണുള്ളത്. പപ്പായ്ക്കൊരു വണ്ടി ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇന്ന് പപ്പാടെ വണ്ടി ഇവിടെ ഇല്ല, പപ്പ വർക്കിന് പോയേക്കുവാണ്. അപ്പൊ അങ്ങനെ കുറച്ച് വണ്ടികൾ എന്തായാലും കാണിക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ആളുടെ അല്ലേ വാഹനം തന്നെ കാണിക്കാം. മൂത്ത ആൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒരു ഹായ് കാണിച്ചേ. അച്ചാച്ചന്റെ ഒരു ചെറിയ സൈക്കിള് അല്ലേ, ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചന്റെ സൈക്കിൾ. ഇത് പൂട്ടിയിട്ടിരിക്കുക വെച്ചോളെ അല്ല, ഇന്ന് പിടിച്ചേ. അച്ചാച്ചനെ കാലുവേദനയൊക്കെ വന്ന സമയത്ത് ഇങ്ങനത്തെ അല്ലായിരുന്നു ഏറ്റവും ആദ്യം. ഇതില്ല ഏറ്റവും ആദ്യത്തെ സൈക്കിളിനകത്തെ ഇങ്ങനൊരു കമ്പി അല്ല, ഏറ്റവും ആദ്യം അച്ചാച്ചന്റെ സൈക്കിൾ ഉണ്ടായിരുന്നു. ഈ സൈക്കിൾ തന്നെയായിരുന്നു അച്ചാച്ചന്റെ, ഇതേപോലത്തെ സൈക്കിളായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു ബെൻഡില്ല, അങ്ങനത്തെ അല്ലായിരുന്നു, നീളത്തിലായിരുന്നു. അപ്പൊ അച്ചാച്ചന് ഇങ്ങനെ കാലെടുത്ത് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പിന്നെ നമ്മൾ വാങ്ങിച്ച് ഇങ്ങനത്തെ ഇതാകുമ്പോഴത്തേക്ക് അത്രയും വലിച്ചെടുക്കണം. ശരി, ഇറങ്ങാനും എളുപ്പമുണ്ട്. ഇത് ഒരു എനിക്ക് തോന്നുന്നു 4-5 വർഷമായെന്ന് തോന്നുന്നു. അത് വാങ്ങിച്ച കൂട്ടത്തിലല്ലേ ഇത് വാങ്ങിച്ചു. ഇത് 3-4 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, 4 വർഷത്തോളം ആയിട്ടുണ്ട് ഇത്. അപ്പൊ അച്ചാച്ചന്റെ കാലുവേദന വന്ന സമയത്ത് നമ്മൾ സൈക്കിള് മാറ്റി കൊടുത്തതാണ്. അച്ചാച്ചന് ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഒരു ഇടക്ക് ഉണ്ട്, പക്ഷെ അച്ചാച്ചന് ഓടിക്കണത് പറ്റത്തില്ല. അച്ചാച്ചന് ഓടിക്കണത് ബുദ്ധിമുട്ടാവുകൊണ്ട് പിന്നെ നമ്മള് അത് എടുത്തില്ല. അങ്ങനെ അച്ചാച്ചന്റെ സൈക്കിൾ ആഗ്രഹം അച്ചാച്ചന് എല്ലാ ദിവസവും സൈക്കിൾ ഓടി ഇവിടെ വരുന്നത്. സൈക്കിൾ ഓടിക്കുന്നവർക്ക് ഒരു പേടി അല്ലാതെ മാറ്റാൻ ഇതാ. അതെ അതെ, അച്ചാച്ചന് എല്ലാ ദിവസവും രാവിലെ സൈക്കിൾ ചവിട്ടിയോട് വരുന്നത്, രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും ചവിട്ടും. പണ്ട് അച്ചാച്ചൻ മറ്റേ സർവീസിലായിരുന്ന സമയത്തും സൈക്കിളാണ് അച്ചാച്ചൻ പോയിക്കൊണ്ടിരുന്നത്. എന്റെ അപ്പൻ ആദ്യം ഇതുപോലത്തെ സൈക്കിളായിരുന്നു അല്ലേ. ഇത് പഴയ ഹീറോയുടെ സൈക്കിളാണ്. സൈക്കിളാണ് ഞങ്ങളും തുടങ്ങിയത്. ഈ സൈക്കിളാണ് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ വണ്ടി അല്ലേ, ആദ്യത്തെ വണ്ടി. ഓടിക്കുന്ന വെച്ചോ, ചവിട്ടുന്ന അച്ഛൻ ചവിട്ടുന്ന കേറിയിരിക്കുന്ന വീഴരുത്, കേറിയിരുന്ന് വീഴരുത്. ഇനി രണ്ടാമത്തെ വണ്ടി എന്റെ കാറാണ്. ഇത് ആക്ച്വലി ഈ കാറിന്റെ കഥയൊക്കെ ഞാൻ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അല്ലെ. അച്ചു ആണ് ഏറ്റവും ആദ്യം ഇതിന്റെ പേയ്മെന്റ് ഒക്കെ അടച്ചെന്നുള്ള കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാർ എപ്പോൾ വാങ്ങിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇതാണ് ടാറ്റയുടെ ആൾട്രോസിന്റെ എന്റെ വണ്ടി. അന്ന് നമ്മൾ ബ്രേക്ക് പറ്റുന്നെങ്കിൽ ഞാൻ എന്റെ വീല് ഊരിക്കൊണ്ട് പോയാണ്. കാരണം ഇവളാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ബുക്കിംഗ് അല്ലെ, ബുക്ക് ചെയ്തിന്റെ പേയ്മെന്റ് അടച്ചത് അച്ചുവായിരുന്നു. അത് മുതലാക്കാൻ ഞാൻ വീല് ഊരിക്കൊണ്ട് പോയാണ്. ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ അല്ലെ, ബ്രേക്കപ്പ് ആയിട്ടില്ലല്ലോ, അത് മേടിക്കേണ്ട ആവശ്യമില്ല. അത് വീട്ടിൽ കിടപ്പുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടിയുടെ ഒരു വീൽ ഇവിടെ കാണത്തില്ലായിരുന്നു, അവളുടെ ഷെയർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു വണ്ടിയൊക്കെ എടുക്കുന്നത്. ആക്ച്വലി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനാണ് ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് പൊടുന്നനെ പ്ലാൻ മാറ്റി അല്ലെ, നമ്മളൊരു ഫസ്റ്റ് ഒരു പുതിയ വണ്ടി എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ കാറിലേക്ക് വരുന്നത്. എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു, 4 വീലറിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു, 2 വീലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ കാർ എടുത്തതിന് ശേഷമാണ് ഇമ്മനൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. അതിനുമുമ്പ് എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കാർ ഇറക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെ ഒരു മരം നിപ്പുണ്ട്, പിന്നെ ഈ വഴി കൂടെ ഇറക്കണം. ഈ മരം വെട്ടത്തില്ല, കാരണം ഈ മരം ഉണ്ടോ നല്ല തണല് കിട്ടത്തിന്റെ മരമായതുകൊണ്ട് ഞാനത് വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാർ ഒരു കുഞ്ഞു മരമായിരുന്നു, ഇപ്പൊ കണ്ടത് ഇരിക്കുന്നത് കണ്ടത്, ആ മരത്തിന് അത്ര ഉണ്ടായിരുന്നു. അത് വെച്ച് ഇത്രയും വലിയൊരു മരമാക്കി ഞങ്ങൾ മാറ്റിയതാണ്. പിന്നെ മതിലിലാണെങ്കിലും ഇതുണ്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മതിലിന് ഇതേപോലെ പെയിന്റ് അടിക്കാനൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് കുറെ നാളുകൾക്ക് മുന്നേ ഇങ്ങനെ ഒരു ചെടി വെച്ച് തുടങ്ങി. ഒറ്റ ചെടി ഇതല്ലേ, ഒറ്റ ചെടിയാണ്, ഒറ്റ ചെടിയാണ്. ആ ഒറ്റ ചെടി കുഞ്ഞു ചെടി, അതായത് ഇത് ഇത്ര നീളം എങ്ങാണ്ടുള്ള ഒരു കുഞ്ഞു ചെടിയായിട്ട് നമ്മൾ കമ്പായിട്ട് നമ്മളെ കൊണ്ട് വെച്ചതാ. എന്നിട്ട് അച്ചാച്ചന് ഇതിൽ കഥയുണ്ടല്ലേ ചേട്ടായി, അച്ചാച്ചൻ ഇങ്ങനെ പുല്ലൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയാക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അത് എടുത്ത് പറിച്ച് കളയും. അങ്ങനെ ഇത് പുല്ലാണ് കമ്പാണെന്ന് വിചാരിച്ച് അച്ചാച്ചൻ ഒന്ന് പറിച്ച്, പിന്നെ ഞങ്ങൾ വഴക്കുറച്ച് പിന്നെ വെച്ച് 3 പ്രാവശ്യം അങ്ങനെ ഓർമ്മയില്ലാതെ. പുല്ല് പറിച്ചേ
ഇതിനൊരു വേര് ഞാൻ എനിക്ക് പറിച്ചു. അത് ഇതിന്റെ ഇപ്പൊ ഈ മരത്തിലോട്ട് ഇത് ഇങ്ങനെ വളം പിടിക്കുന്നുണ്ട്. ഇതിപ്പോ കുറെ ആയിട്ട് ഈ മരത്തെ പോലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാറ് ഇതാണ്. വീട്ടിൽ ഈ ഒറ്റ കാറ് മാത്രമേ ഉള്ളൂ, വേറെ കാറൊന്നും ഇല്ല. വാങ്ങിക്കാം. ഇനി കുറച്ച് വണ്ടികളുണ്ട്. ഇത് മെയിൻ ആയിട്ട് കൊച്ചുമോളുടെ വണ്ടിയാണ്. ഇതിപ്പോ എടുത്തിട്ട് എത്ര ആളാണ് കൊച്ചുമോളെ? 3-4 വർഷമായിട്ടുണ്ട് കൊച്ചുമോളുടെ. ഞങ്ങൾ വണ്ടി വെക്കാൻ വേണ്ടിട്ട് ഇവിടെ ചെറിയൊരു ഷെഡ് പോലെ കാർ എടുത്തപ്പോഴത്തേക്കും കെട്ടിയിട്ടുണ്ടായിരുന്നു. കാർ എടുത്തപ്പോ പിന്നെ നമുക്ക് വെക്കാൻ സ്ഥലമില്ലായിരുന്നല്ലോ, പിന്നെ വെയിലായിരുന്നു കൊണ്ട് വെക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ചെറിയൊരു ഷെഡ് പോലെ ഇവിടെ അടിച്ചു. ഇതാണ് കൊച്ചുമോളുടെ ഫസീനോ വണ്ടി. ഇതിപ്പോ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു 3-4 അല്ലേ 3-4 വർഷമായി. അതിൽ കൊച്ചുമോൾ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എടുത്ത്. ഏതാ? ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എടുത്ത്. എന്റെ 3 ആവുന്നേ ഉള്ളൂ. 3 ആവുന്നേ ഉള്ളൂടി. 3 വർഷം. അപ്പൊ ഇതാണ് കൊച്ചുമോളുടെ വണ്ടി, ഒരു റെഡ് ഫസീനോ അല്ലേ. ഇനി എന്റെ ഒരു ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് കുറച്ച് നാളായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഈ ബുള്ളറ്റ് ഒന്ന് പണിയാനായിട്ടുണ്ട്. ഇതിന്റെ ബ്രേക്ക് പിടിച്ച് കിടക്കുവാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇത് ആദ്യം നമുക്ക് ഇതിന്റെ ബാറ്ററിക്ക് പണി കിട്ടി. ഇതൊരു ക്ലാസിക് 500 ആണ് എന്റെ ബുള്ളറ്റ് വരുന്നത്. ഓണായാ? ഓണായി. ഒന്ന് ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. അടി ഒന്ന് കയറിയെടുത്ത് അടിച്ചു നോക്ക്. അടിക്കാവോ? ഈ വണ്ടിയുടെ ബ്രേക്ക് ഇത് കണ്ടത്, ഫ്രണ്ട് ബ്രേക്ക് പോയിരിക്കുക. ഫ്രണ്ട് ബ്രേക്ക് പൊട്ടിക്കിടക്കുക. ബാക്കിന്റെ ഡിസ്ക് പിടിച്ചു കിടക്കുക. പിന്നെ ഡിസ്ക് ഇതിന്റെ പിടിച്ചു കിടക്കുക. പിന്നെ ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. അപ്പം അതും കൂടെ നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടീസ് ഇതിന്റെ ബാക്കിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഞാനത് എടുക്കാൻ. ഇല്ല, ഇതിന് ആംബിയർ ഒന്നും ഇല്ല. ഇത് മറ്റേ പഴയ ക്ലാസിക്കും ഇതൊന്നും അല്ല. വണ്ടി എന്തായാലും സ്റ്റാർട്ടായി. കേട്ടില്ല? സൗണ്ട് വ്യത്യാസമുണ്ട് വണ്ടിക്ക്. വണ്ടി ഒന്ന് പണിയണം മൊത്തത്തില്. അടുത്ത ദിവസം തന്നെ നമ്മള് വണ്ടി എന്തായാലും ഈ ബുള്ളറ്റ് എന്തായാലും ഒന്ന് പണിയും. ഞാൻ അതിനെന്തായാലും ആൾക്കാർ നോക്കുന്നുണ്ട്. ഫുള്ളൊന്ന് പണിത് ഈ പെയിന്റ് ഇതിപ്പോ പൊടി കളിച്ചാണ് പെയിന്റ് ഒക്കെ നടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതെ. അതുകൊണ്ട് വണ്ടി ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയുടെ പേപ്പേഴ്സ് ക്ലിയർ ആക്കി വണ്ടി ഒന്ന് പണിത് സൂപ്പറാക്കി എടുക്കണം. ഈ മാസം തന്നെ വണ്ടി, ഈ ഫെബ്രുവരി തന്നെ വണ്ടി എന്തായാലും പണിത് കിണ്ണനാക്കി പൊളിച്ചെടുക്കും. ഉറപ്പ് 100%. അതിന്റെ വീഡിയോ എന്തായാലും ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതായത് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് സൂപ്പർ ആക്കി പൊളിച്ചടുക്കി ഞാനിത് സെറ്റാക്കി എടുക്കുന്നതാണ്. യെസ്, അങ്ങനെ ചെയ്യും. പിന്നെ ഇത് മറ്റൊരു കുഞ്ഞൻ വണ്ടി. ഇത് എന്റെ തന്നെ വേറൊരു സൈക്കിൾ. ഇതെല്ലാ ദിവസം ചവിട്ടാന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് എക്സസൈസിന് വേണ്ടിയിട്ട്. കാരണം ജിമ്മിൽ ഏറ്റവും ആദ്യം ഞാൻ ഈ ബുള്ളറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ആലോചിച്ചു ബുള്ളറ്റിൽ പോയാൽ മാത്രം പോരല്ലോ, ജിമ്മിൽ പോയിട്ട് കുറെ സമയം കാർഡിയോ ചെയ്യേണ്ടതൊക്കെ കൊണ്ട് ഞാൻ സൈക്കിളിലേക്ക് മാറാന്ന് വിചാരിച്ചു. ആദ്യം സൈക്കിളിൽ പോയി, കുറെ ദിവസമൊക്കെ സൈക്കിളിൽ പോയി. പിന്നെ ഞാൻ ജിമ്മിന്ന് പച്ച കളർ സൈക്കിള്. ഈ സൈക്കിൾ വാങ്ങിച്ചു തരാൻ അറിയാവാ? ഇവള് വാങ്ങിച്ച സൈക്കിളാ. ഇത് ലിനു വാങ്ങിച്ച സൈക്കിളാണ് ആക്ച്വലി. അന്ന് ഞാൻ സൈക്കിൾ ഇങ്ങനെ ജിമ്മിൽ പോകാനായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കുള്ള അന്ന് ഞാൻ വാങ്ങിച്ചു തരാം സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ചു വാങ്ങിച്ചു തന്ന സൈക്കിളാണിത്. അപ്പൊ എനിക്ക് പച്ച കളർ ഭയങ്കര എല്ലാ കളറും ഒരു രസമില്ല. ഈ സൈക്കിൾ ആണെങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ കൊച്ചുമോക്ക് സൈക്കിൾ ഓട്ടണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ സീറ്റ് ഒന്ന് താത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബ്രേക്ക് ഒന്ന് സെറ്റ് ആക്കണം. ആക്ച്വലി ഇത് സർവീസ് ചെയ്യേണ്ട സൈക്കിളാണ്. ഇത് സർവീസ് ചെയ്ത് ഇല്ല നമ്മൾ പ്രോപ്പർ സർവീസ് എല്ലാം കഴിഞ്ഞിരുന്നു. അച്ചാച്ചന്റെയും ഈ സൈക്കിളും ആ സൈക്കിളും ഒന്നിച്ചെടുത്തല്ലേ? രണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചേ, ഒന്നിച്ചല്ല, ഒരു സ്ഥലത്തൊന്നല്ല, ഒരേ സമയത്ത് ഒരേ ദിവസം എടുത്ത സൈക്കിളാണ്. അച്ഛന് വണ്ടി ഓടിക്കാനായിട്ട് അറിയാം അല്ലെ, ബുള്ളറ്റ് ഓടിക്കുമല്ലോ നീ. അപ്പൊ ഇവളുടെ വീട്ടിലൊരു ബുള്ളറ്റ് ഉണ്ട്, അത് പഴയ ബുള്ളറ്റാ. അപ്പൊ ഇവള് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു വീഡിയോ സഹിതം ഈ വണ്ടി പണിതിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതല്ല, ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും വണ്ടികളാണുള്ളത്. പിന്നെ പപ്പാടെ ഒരു സ്പ്ലെൻഡർ ഉണ്ട് അല്ലെ, പപ്പ വർക്കിന് പോയിക്കുന്നുണ്ട്. പപ്പാടെ സ്പ്ലെൻഡർ കാണിക്കാൻ നിർവാഹമില്ല. അതൊരു ബ്ലാക്ക്. അത് എനിക്ക് 2001 എടുത്ത, കാരണം ഇപ്പോഴാണ് ടെസ്റ്റ്. അതിന്റെ ടെസ്റ്റ് കുറച്ച് നാള് 2001 എന്തോ എടുത്ത. ഇവിടെ പ്രായത്തനുസരിച്ച് വരും. ഇവളെക്കാളും പ്രായമുണ്ട് ബുള്ളറ്റിന് എന്റെ അടുത്ത് പ്രായം. അപ്പം അത്രയും പഴക്കമുണ്ട്. ഇത് ടെസ്റ്റ് ആയിരുന്നു ആ വണ്ടിയുടെ. അപ്പൊ ആ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സ്പ്ലെൻഡർ പപ്പ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോ കാണിക്കാൻ നിർവാഹമില്ല നമുക്ക്. അതെ, ഇത്രയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള വണ്ടികൾ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വണ്ടി കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല. പിന്നെ വേറെ സംഭവം ഉണ്ട്. എന്റെ ഈ ബുള്ളറ്റിനേക്കാളും എന്റെ ഒരു 4ാം ക്ലാസ് ഞാൻ പഠിച്ച സമയത്ത് അച്ചാച്ചൻ വാങ്ങിച്ചു തന്ന
പട്ടാളക്കാരുടെ സൈക്കിൾ എന്നത് പൂങ്കാവിൽ ഭയങ്കര പ്രശസ്തമായിരുന്നു എന്റെ കൂട്ടുകാർക്കിടയിലേക്ക്. അതായത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ചാച്ചൻ എനിക്ക് എടുത്തത് സൈക്കിളാ. ആ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പഴയ എനിക്ക് തോന്നുന്നു DSAയുടെ അല്ലെ ഹെർക്കുലീസിന്റെ സൈക്കിളാ. അപ്പൊ ആ സൂപ്പർ സൈക്കിളായിരുന്നു. ആ സൈക്കിള് പട്ടാളക്കാരുടെ ഡിസൈനാ, മനസ്സിലായോ? ആ സൈക്കിളിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് പട്ടാളക്കാരുടെ പട്ടാളത്തിന്റെ ഡ്രസ് ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുള്ള, അതാണ് ആ യൂണിഫോമിന്റെ തീമിലാണ് സൈക്കിള്. അപ്പൊ എല്ലാരും വിളിച്ചിരുന്നത് പട്ടാളക്കാരുടെ സൈക്കിൾ, പട്ടാളക്കാരുടെ സൈക്കിൾ. അങ്ങനെ അങ്ങനെ വന്നിരുന്നത് നല്ല രസമായിരുന്നു. പെട്ടെന്ന് ഈ സൈക്കിൾ എല്ലാരും ആ ഡിസൈൻ ഇല്ല, ആ ഡിസൈൻ അങ്ങനെ വേറെ ഇല്ല, അതൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. അപ്പൊ അത് എനിക്കൊന്നൊരു ഇന്നലെ കൊടുത്തത് അത് ആപ്പാട് ദ്രവിച്ച് എല്ലാം ചീത്തയായി. ഇവളുടെ ഒരു ലേഡി ബേർഡ് ആയിരുന്നു, പർപ്പിൾ. അതെ, കൊച്ചുമോളുടെ ആദ്യം ഇവിടെ സൈക്കിൾ വാങ്ങിച്ചു, പണ്ടൊരു ലേഡി ബേർഡ് സൈക്കിൾ വാങ്ങിച്ചു. അപ്പൊ ഞാൻ നമ്മുടെ പ്രൈസ് ഇല്ലേ, ഞാനും പ്രൈസും കൂടെ എന്റെ കൂട്ടുകാരൻ അവള് തോട്ടു. അപ്പൊ ഞാൻ രേഷ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച സൈക്കിൾ അത്. ആ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ ഞങ്ങൾ ആലപ്പുഴ പോയ സമയത്ത് ആ സൈക്കിൾ ഡ്രസ് എടുക്കാൻ വേണ്ടി പണ്ട് ചവിട്ടിയാ പോണേ. 8-9 പഠിക്കുന്ന സമയത്താ ഞങ്ങൾ സൈക്കിൾ ഓട്ടി ആലപ്പുഴ പോയി, സൈക്കിളോടെ വെച്ചു, ഡ്രസ് എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സൈക്കിൾ കാണുന്നില്ല. ആരോ മോഷ്ടിച്ചോണ്ട് പോയി. ആ സൈക്കിൾ ആരോ മോഷ്ടിച്ചോണ്ട് പോയി. പുത്ത സൈക്കിള് വാങ്ങിച്ചിട്ട് 1 മാസമായിട്ടുള്ള സൈക്കിളായിരുന്നു. ആ സൈക്കിള് പോയി. അവളൊന്നും എന്റെ പൊന്നോ, അന്ന് ഞാൻ ചെറുപ്പമല്ലേ, അന്ന് ഞങ്ങൾ തമ്മിൽ ഇടിയെ ബഹളമായി ഭയങ്കര പ്രശ്നമൊക്കെയായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഇവിടെ നഷ്ടപ്പെട്ട വാഹനം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ ലേഡി ബേർഡ് വാങ്ങിച്ചു, പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ലേഡി ബേർഡ് വാങ്ങിച്ചു. ആ ലേഡി ബേർഡും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചീത്തയായി, സെക്കൻഡ് ഹാൻഡ് ആയിരുന്നുകൊണ്ടത് കളഞ്ഞു. അതിനുശേഷം പിന്നീട് കൊച്ചുമോക്കൊരു സൈക്കിൾ വാങ്ങിച്ചു, സൈക്കിൾ വാങ്ങിച്ചു. കൊച്ചുമോൾ കുറെ നാൾ ആ സൈക്കിളെ ഓട്ടി. +1 +2 പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഒക്കെ ആ സൈക്കിളായിരുന്നു. ആ പിന്നീട് ആ സൈക്കിള് ട്യൂഷനൊക്കെ പോകുമ്പോഴത്തേക്കും അതിൽ അഭിക്കൊണ്ടിരുന്നു. പിന്നെ ബസ്സിൽ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോ പിന്നെ അതും ചേട്ടായുടെ പട്ടാളത്തിന്റെ സൈക്കിൾ ഒന്നിച്ചാ കൊടുത്തത്. അത് നമ്മൾ കല്യാണത്തിന് ഒരു മാസം മുന്നേ ഇനിയും കുറെ ആൾക്കാർ കൊടുക്കാനുണ്ട്. മറ്റേ പട്ടാളക്കാരുടെ സൈക്കിൾ ഇല്ലേ, അതിടക്ക് നമ്മൾ പണ്ട് ഈ മറ്റേ മുത്തൊക്കെ വെക്കും ഇങ്ങനെ, അതായത് ഇങ്ങനെ പല കളർ മുത്തൊക്കെ പിടിപ്പിക്കും. അതുകൂടാതെ ഞങ്ങൾ ചില സമയത്ത് ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്ക് ആ മുത്തിങ്ങനെ ഇറങ്ങി അടിച്ചിട്ട് സൗണ്ട് ഒക്കെ കേൾക്കുമായിരുന്നു. പിന്നെ വേറെ സംഭവമുണ്ട്, ബലൂൺ വെച്ച് ഓടിക്കും, അറിയാവാ? ഞാൻ ചെറുപ്പത്തിലേ മറ്റേ ഈ ബുള്ളറ്റിനൊക്കെ കുടുകുടുകുടുകുടുന്ന സൗണ്ട് ഇല്ലേ, അപ്പൊ ബലൂൺ ഇങ്ങനെ വലിയ ബലൂൺ വാങ്ങിക്കും, എന്നിട്ട് കുറച്ച് വീർപ്പിക്കും, എന്നിട്ട് കെട്ടും. എന്നിട്ട് നമ്മള് സൈക്കിളിന്റെ ഈ ഭാഗം കണ്ട ഇവിടെ കെട്ടി വെക്കും. ഇത് കണ്ട സൈക്കിളിന് ഇവിടെ ബലൂൺ കെട്ടി വെക്കും. അത് സൈക്കിൾ വെട്ടുമ്പോഴത്തേക്കും മറ്റേ ഈ ബലൂൺ കിടന്നിങ്ങനെ, ബലൂൺ പൊട്ടത്തില്ല, കട്ടിയുള്ള ബലൂൺ അല്ലേ, അത് ഒരുപാട് വീർപ്പിച്ചിട്ടില്ല, കുറച്ചേ വീർപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ചവിട്ടുമ്പോഴത്തേക്കും സൗണ്ട് ഒക്കെ കേൾക്കുമായിരുന്നു. അത് പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇപ്പോഴത്തെ വണ്ടി മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൗണ്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തില്ലേ. നമ്മൾ ബുള്ളറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഇതൊക്കെ സൈലൻസർ ഒക്കെ മാറ്റത്തില്ലേ, അല്ലെങ്കിൽ ഡിഫ് ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊരു ബലൂൺ എടുത്തിങ്ങനെ വെക്കും. 50 കേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നല്ല സൗണ്ട് ഒക്കെ ഇട്ട് നമുക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള വണ്ടികൾ എന്ന് പറയുന്നത്. വേറെ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കാര്യങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇനി പൊന്നൂട്ടന്റെ ഒരു കുഞ്ഞു സൈക്കിൾ അകത്തുണ്ട്, അത് അവൻ ഇങ്ങനെ നമ്മൾ ഇരുത്തി ഉന്തി കൊടുക്കുന്ന സൈക്കിള്. അത് വാഹനമായിട്ട് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് കളിപ്പാട്ടോട്ട് നമ്മൾ കൂട്ടുന്നുള്ളത് എടുക്കുന്നില്ല. സൈക്കിൾ എന്നൊക്കെ പറയാറുണ്ട്. യെസ്, അപ്പോ ഞങ്ങള് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ ബൈ. ബൈ പറ.